നമസ്കാരം. പതിരും കതിരും. എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ പ്രളയമായിരുന്നു പ്രളയം. പ്രളയമഴയ്ക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം നന്മയുള്ള ലോകമേ. സതീശനെ പോലെ ആഹാരം കഴിച്ചും തുലാഭാരത്തട്ടിലിരുന്നും ഒന്നുമല്ല പ്രളയകാലത്ത് പിണറായി നമ്മോടൊപ്പം നിന്നത്. വെള്ളമിറങ്ങാതെ അരിയാഹാരം കഴിക്കില്ലെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തിരുന്നു. വെള്ളമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആഹാരം കഴിക്കാൻ പോയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് ജനം പിണറായി സർക്കാരിനോട് ചോദിച്ചു. ഇതാ സതീശൻ്റെ കാലത്തും പ്രളയം വന്നിരിക്കുന്നു. പിണറായി സർക്കാർ ചെയ്തതുപോലെ ഒരു കരുതലൊന്നും സതീശനില്ല എന്നാണ് കമ്മികൾ പറയുന്നത്. എവിടെയെങ്കിലും നമ്മളൊരു പാട്ട് കേട്ടോ? നന്മയുള്ള ലോകമേ എന്ന ഗാനം ആസ്വദിച്ചോ? സർക്കാർ സംവിധാനമെല്ലാം പരാജയപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് DYFI ഇതാ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അന്നത്തെ മുഖ്യമന്ത്രി നമ്മളെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു. എല്ലാത്തിനും സർക്കാർ ഒപ്പമുണ്ടായിരുന്നു. രാത്രി കിടന്നു കഴിഞ്ഞ് പുതപ്പിനുള്ളിലേക്ക് നോക്കുമ്പോൾ അതാ സർക്കാർ നമ്മളോടൊപ്പം വന്ന് കിടക്കുന്നു. അത്രയ്ക്ക് ജാഗ്രതയും കരുതലുമായിരുന്നു. സഖാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വന്ന് കമ്മികൾ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചവരല്ലേ, എല്ലാവരും അനുഭവിക്കട്ടെ. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ, മറ്റുള്ളതെല്ലാം നന്ദികെട്ട വർഗമാണ്. പല ദൃശ്യങ്ങളിലും നമ്മൾ കണ്ടത് UDFൻ്റെ എല്ലാ MLA മാരും ദുരന്തമുഖത്ത് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് വീണ ജോർജ് കരയിൽ നിൽക്കുകയായിരുന്നു PR വർക്കുകളുമായി. അബിൻ വർക്കി നിലയില്ലാ വെള്ളത്തിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ചാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ചിത്രങ്ങൾക്ക് താഴെ വന്ന് കമ്മികൾ പറയുന്നത് ഇങ്ങനെയാണ്: ഫോട്ടോഷൂട്ട് നന്നായി നടക്കുന്നുണ്ട് അല്ലേ? ഇനി അഥവാ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഇല്ലെങ്കിൽ ഇവന്മാർ പറയുക ആറന്മുളയിൽ വെള്ളം പൊങ്ങിയപ്പോഴേ അബിൻ വർക്കി നാട് വിട്ടു എന്നായിരിക്കും. താഴെ പ്രളയജലം പൊങ്ങുമ്പോഴും അന്തം കമ്മികളുടെ നോട്ടം ഇപ്പോഴാകാശത്തേക്കാണ്. VD സതീശൻ്റെ ശരീരഭാഷയ്ക്കും ബെക്കാടി മണത്തിനും പൂക്കിച്ചിരിക്കും പിന്നാലെ ഇന്നലെ വരെ അവർ നടക്കുകയായിരുന്നു. ഇപ്പോൾ ആകാശത്ത് മേഘക്കീറുകൾക്കിടയിലേക്ക് നോക്കി നിൽക്കുകയാണ്. സതീശൻ ഹെലികോപ്റ്ററിൽ വരുന്നുണ്ടോ എന്ന് നോക്കി. തിരുവനന്തപുരത്ത് നിന്നും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് കൊച്ചിക്ക് പോയ മുഖ്യമന്ത്രി അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ കാർ മാർഗം ആശുപത്രിയിൽ ഒന്ന് പോയി. ചികിത്സയിൽ കഴിയുന്ന അമ്മായിയപ്പനെ കാണാൻ. ഇപ്പോഴിത് വലിയൊരു ചർച്ചാ വിഷയമാണ്. സർക്കാർ ഖജനാവിൽ നിന്നും കാശ് മുടക്കി 80 ലക്ഷം രൂപ മാസവാടക കൊടുത്ത് എടുത്തിട്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണിത്. ഈ ഹെലികോപ്റ്ററിലാണ് പണ്ട് പിണറായി വിജയൻ തൃശ്ശൂരിലേക്ക് പാർട്ടി സമ്മേളനത്തിന് പോയത്. അന്നത് വിവാദമായപ്പോൾ പാർട്ടി ആ കാശ് കൊടുക്കുമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി ആ ചെലവ് ഏറ്റെടുക്കില്ലെന്ന്. ഒടുവിൽ 8 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഹെലികോപ്റ്റർ വാടകയായി അടച്ചു. അന്നത്തെ സർക്കാർ ഇത് പാസ്സാക്കി കൊടുക്കുകയും ചെയ്തു. ആരും ഒരു പരാതിക്കും പോയില്ല. ഏതോ പരിപാടിക്കിടയിൽ സതീശൻ എവിടെയോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രചാരണ ആയുധം. അന്ന് പ്രളയവും മറ്റു ദുരന്തങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പിടി ചോറ് കഴിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പിണറായി വിജയൻ നമ്മെ സേവിക്കുകയായിരുന്നു. അന്നൊരു ദിവസം പട്ടിണിയിലിരിക്കുന്ന പിണറായിയോട് കമലേട്ടത്ത് ചോദിച്ചു, എന്തെങ്കിലും കഴിക്കേണ്ടേ? ജീവൻ കിടക്കാൻ വേണ്ടി മാത്രം. ജീവിതത്തിൽ അന്നാണ് ആദ്യമായി പിണറായി വിജയൻ അടുക്കളയിൽ കയറി കലമെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നത്. എൻ്റെ ജനത പട്ടിണി കിടക്കുമ്പോൾ ഉണ്ണാൻ പറയുന്നുവോ? മുരിച്ചു വെച്ച കരിമീനെല്ലാം എടുത്ത് വാഴച്ചോട്ടിലേക്ക് എറിഞ്ഞു പിണറായി. BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാരുടെ തീറ്റപ്പാത്രത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇപ്പോഴീ കമ്മി സംഘങ്ങൾ നാവ് നുണഞ്ഞ്. 1.25 കോടിയുടെ ബസ് വാങ്ങി നാടാകെ ഉല്ലാസയാത്ര നടത്തി ബാർ മുതലാളിമാരുടെയും കോടീശ്വരന്മാരുടെയും ചെലവിൽ അത്താഴ സദ്യയും വരാലുകറിയും നെയ്മീൻ ഫ്രൈയും കഴിച്ച് നടന്ന പുള്ളികളാണിത്. പിണറായി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വടം AKG സെൻറ്ററിൻ്റെ മണ്ടയ്ക്ക് കെട്ടി പ്രളയജലത്തിലേക്ക് എടുത്ത് ചാടുമായിരുന്നു. കയ്യിലിരിക്കുന്ന മാന്ത്രിക ദണ്ട് 2 തവണ ചുഴറ്റുമ്പോഴേക്കും എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നത്. വെള്ളമിറങ്ങി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദുരിതാശ്വാസ നിധിയും തുറന്നു വെച്ചൊരു തെണ്ടലായിരുന്നു. ഒരു വാർഡ് മെമ്പർ പോലും അല്ലാത്ത ശിവൻകുട്ടിയും ബിന്ദുവും രാജേഷും രാജീവുമൊക്കെ സർക്കാരിനെ അങ്ങ് വിമർശിക്കുകയാണ്. പിടിപ്പുകേട്. മുഖ്യമന്ത്രി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിച്ചോടിയെന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ടാത്തൊന്നും മുഖ്യൻ ഭാര്യയെയും മരുമകനെയും മകളെയും കൂട്ടി ദുബായ് വഴി മലേഷ്യയ്ക്ക് പോയെന്ന്. അന്ന് പിണറായി വിജയൻ നെതർലൻഡിൽ പോയിട്ട് വന്ന് കൊണ്ടുവന്ന റൂം ഫോർ റിവർ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒറ്റ മുറിയിലും വെള്ളം കയറില്ലായിരുന്നു. SFIക്കാരെക്കാളും എത്രയോ താഴെയാണ് ഈ തോറ്റ മന്ത്രിമാരുടെ ബൗദ്ധിക നിലവാരമെന്ന് ഇവരുടെ പോസ്റ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.
ഒരു 2 മാസം തൊഴിലൊന്നുമില്ലാതെ വീട്ടിലിരുന്നപ്പോഴേ ഇവരുടെ സമനില തെറ്റിയ മട്ടാണ്. ഈ നാട്ടിലെ അന്തങ്ങളെയും കമ്മികളെയും അടിമകളോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ദയവായി കരഞ്ഞു കരഞ്ഞ് ഈ വെള്ളപ്പൊക്കത്തെ മഹാപ്രളയം ആക്കരുത്. നിങ്ങൾ മൂക്കുചീറ്റൽ അവസാനിപ്പിച്ചാൽ തന്നെ ഉരുൾപൊട്ടൽ അവസാനിക്കും. അടുത്ത ബുധനാഴ്ച നടത്തുന്ന ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ VD സതീശൻ എല്ലാത്തിനും മറുപടി പറയുന്നതോടെ ആ വ്യോമ വിസ്മയത്തിനും അവസാനമാകും. ഭക്ഷണവും വെള്ളവും പുറത്തേക്കുള്ള യാത്രകളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ശിവൻകുട്ടി മുതൽ സനോജ് വരെയുള്ളവർ പോസ്റ്റ് ഇട്ട് തള്ളുന്നത്. ഈ സർക്കാർ വന്നിട്ടും DYFI വേണ്ടി വന്നു പ്രളയജലം തള്ളി അറബിക്കടലിലേക്ക് കൊണ്ടുപോകാൻ. ഇപ്പോഴും അവരുടെ കണക്ക് പറച്ചിൽ തീർന്നിട്ടില്ല. അന്ന് നാടാകെ ഓടിയെത്തി മത്സ്യത്തൊഴിലാളികൾ എത്രയോ ജീവൻ കാത്തു സൂക്ഷിച്ചു. അവർ ഇന്ന് വരെ അതിൻ്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ഓരോ ജില്ലയിലെയും രക്ഷാപ്രവർത്തനങ്ങൾ ഏകീകരിക്കാനുള്ള നേതൃത്വം മന്ത്രിമാർക്ക് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. പിണറായി വിജയൻ്റെ കാലത്തെപ്പോഴേ എല്ലാം ക്യാപ്റ്റനിലേക്ക് ചുരുങ്ങുന്ന പരിപാടിയല്ല ഇത്. ഇനി മഴയെല്ലാം തോന്നു കഴിയുമ്പോൾ പ്രതിപക്ഷം സ്വന്തമായി ദുരിതാശ്വാസ നിധി തുറന്നു വയ്ക്കുമോ എന്ന് ആർക്കറിയാം. ഇന്ന് ബിഗ് TVയിൽ കണ്ട ഒരു വാർത്തയാണ് രസകരം. പ്രളയജലം കുത്തിയൊഴുകുന്ന ഏതോ തീരത്ത് ഒരു കൂറ്റൻ ബോർഡിലിരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്നു പിണറായി വിജയൻ. കൊക്ക് വെള്ളത്തിൽ നോക്കും പോലെ. അതിൽ ആ പഴയ വാചകങ്ങൾ, LDF അല്ലാതെ ആരുണ്ട്? ശരിയാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭാവം നമ്മൾ അറിയുന്നുവെന്നാണ് ചാനലുകാരൻ പറയുന്നത്. ഈ വാർത്തയും തൻ്റെ ഒരു പാട്ടും ഇട്ടുകൊണ്ടാണ് കാട്ടാക്കട മുരുകൻ പ്രളയത്തോട് ഏറ്റുമുട്ടുന്നത്. 2018 വെള്ളപ്പൊക്കത്തിന് ചെങ്ങന്നൂർ മുങ്ങിയപ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിലേക്ക് സഹായത്തിന് വിളിച്ച സജി ചെറിയാനെ ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കരുത്തനായ നേതാവാണ് സജി ചെറിയാൻ. അതുപോലെ ഒരു വിളി കരഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും MLA മാർ നടത്തിയാലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആറന്മുളയിൽ നിന്നും അവിൻ വർക്കി കരയുന്നു, പഴകുളം മധു റാന്നിയിൽ നിന്ന് കരയുന്നു. എന്താകുമായിരുന്നു ഇവിടുത്തെ പരിഹാസം? എന്തായാലും പ്രളയഭീഷണി നേരിടുന്ന എല്ലാ മണ്ഡലത്തിലും അവിടുത്തെ UDF MLA മാർ ചുറുചൊറുക്കോടെ വെള്ളത്തിലും കരയ്ക്കുമായി ഉണ്ട്. പക്ഷേ പണ്ടത്തെ PR വർക്കിൻ്റെ എഫക്റ്റുകളൊന്നും വേണ്ടത്ര വരുന്നില്ല എന്ന് മാത്രം. പ്രളയവും കോവിഡും വന്നപ്പോൾ മറ്റുള്ളവരെയെല്ലാം മാറ്റി നിർത്തി ഞങ്ങളാണ് ഈ നാടിൻ്റെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് DYFI പിടിമുറുക്കിയത്. ഒരർത്ഥത്തിൽ തുടർഭരണത്തിലേക്ക് നയിച്ച ഒരു PR വർക്ക് ആയിരുന്നു അത്. പിണറായി വിജയനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സകല കമ്മികളും കരഞ്ഞു വിളിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ അത്. അങ്ങനെ ഒരു മാതൃക ചിന്തിക്കാൻ പോലും കഴിയില്ല ഇനി കേരളത്തിന്. അതുകൊണ്ട് VD സതീശനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളാവുക. കരഞ്ഞു തളരുമ്പോൾ കമ്മികൾ പുതച്ചു കിടന്ന് ഉറങ്ങിക്കൊള്ളും.